ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ പ്രാർത്ഥനയോടും നോമ്പോടും കൂടി നാം ആചരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇപ്പോൾ. നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ദൈവമാതാവിന്റെ നാമത്തിലാണ് ആചരിക്കുന്നത്. മാതാവിനെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും മാതൃകയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ മാതാവിന്റെ ജനനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും പറയുന്നുണ്ട്. അവിടെ വിശുദ്ധ കന്യകമറിയാമിന്റെ മരണത്തെപ്പറ്റി പറയുന്നത് മാതാവിനെ ഗെത്സമന തോട്ടത്തിൽ അടക്കപ്പെട്ടു എന്നാണ്. അമ്മയുടെ മരണസമയത്ത് വിവിധ രാജ്യങ്ങളിലായിരുന്ന ശിഷ്യന്മാരൊക്കെയും അവിടെ എത്തുകയും മരണസമയത്തെ അടുത്തുണ്ടാവുകയും ചെയ്തു. എന്നാൽ തോമാസ് ശ്ലീഹ ആ സമയത്തെ ദൂരസ്ഥലത്തായിരുന്നു. തോമാസ് ശ്ലീഹ വായുവിൽ പരിശുദ്ധാത്മാ മുഖാന്തരം ആനയിക്കപ്പെട്ടപ്പോൾ കന്യകമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. തോമാസ് ശ്ലീഹ അമ്മയോട് നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞ് തോമാസ് ശ്ലീഹായ്ക്ക് തന്റെ അരക്കെട്ട് അഴിച്ചു കൊടുത്തുവെന്നും യാക്കോബിന്റെ സുവിശേഷത്തിൽ പറയുന്നു. തോമാസ് ശ്ലീഹ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ അത്ഭുതം കാണുവാനായി ശിഷ്യന്മാർ കല്ലറ തുറന്നു നോക്കുകയും അപ്പോൾ കന്യകമറിയാമിന്റെ ശരീരം അവിടെ ഇല്ല എന്ന് കാണുകയും ചെയ്യുന്നു. ദൈവമാതാവ് സ്വർഗത്തിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നു. അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അനവധി പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അവൾ സ്നേഹത്തിന്റെ മാതൃകയാണ്, താഴ്മയുടെ മാതൃകയാണ്, വിനയത്തിന്റെ മാതൃകയാണ്, വിശ്വസ്തതയുടെ മാതൃകയാണ്, വിധേയത്വത്തിന്റെ മാതൃകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് ദൂതനോട് പറയുമ്പോൾ പരിപൂർണമായ വിധേയത്വത്തിന്റെയും അനുസരണയുടെയും മാതൃകയായ മാതാവിനെ നമ്മൾ കാണുന്നു. മാതാവിന്റെ വിധേയത്വവും അനുസരണയും ദൈവത്തോടും ദൈവവചനത്തോടുമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തോടുള്ള അർത്ഥവത്തായ പ്രതികരണം മാതാവിനെ പോലെ നമുക്കും ഉണ്ടാകണം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ മനസ്സിലാക്കി ദൈവികമല്ലാത്തതിനോട് പ്രതികരിക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യണം. കാനായിലെ കല്യാണത്തിന് വീഞ്ഞു പോരാതെ വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ പുത്രനോട് അവൾ പറയുന്നു അവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ ദൈവം പറയുന്നു എനിക്ക് സമയമായിട്ടില്ല, നീ നിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അമ്മ യേശുവിനോട് പറയുന്നു. ലോകത്തിന് വെളിച്ചമേകാൻ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. അപ്രകാരം നീതിക്ക് വേണ്ടി പോരാടുന്ന നീതിമാനായ യേശുവിനെ വളർത്തുന്നതിൽ മറിയം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. തന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ മകനെ വളർത്തി വലുതാക്കി നീതിയുടെ ബോധങ്ങൾ പഠിപ്പിച്ച് ലോകത്തിന് വിട്ടുകൊടുക്കുന്നു. അപ്രകാരം നമ്മുടെ മക്കളെ നീതിക്ക് വേണ്ടി പോരാടുന്ന മക്കളാക്കി വളർത്തുവാൻ നമുക്കും സാധിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആട്ടിടയന്മാർ കുഞ്ഞിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എല്ലാം അറിയുന്നവന്റെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലും അതേ ധ്യാനനിരതയായി നിൽക്കുന്ന അമ്മയെ നാം കാണുന്നു. നമ്മുടെ പരാജയങ്ങളിൽ, രോഗങ്ങളിൽ പതറാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് സമർപ്പിച്ച് ദൈവത്തിന് വിധേയരായി ജീവിക്കുവാൻ നമുക്കും സാധിക്കണം. ജീവിതത്തിൽ നന്മകളും വലിയ സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ അഹങ്കരിക്കാതെ, ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ അതിൽ തളർന്നു പോകാതെ ധ്യാനനിരതരായിരിക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അമ്മയെപ്പോലെ ലോക ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ ലോകത്ത് നടമാടുന്ന അസമത്വങ്ങൾക്ക് എതിരെ, വിവേചനങ്ങൾക്ക് എതിരെ ജാഗരൂകരായിരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളും നമ്മളുടെ നോമ്പും ആരാധനയുമൊക്കെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വമുള്ളതായിരിക്കട്ടെ.